സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും പബ്ലിക്കിൽ നിന്നായാലും നമുക്ക് ഓരോരുത്തർക്കും പലതരം ഇഷ്യൂസ് നേരിടേണ്ടി വരും. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഓഫീസിലും ചിലപ്പോൾ കാണിച്ചു പോവും. അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ആ സമയം നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു പ്രതികരണം ഞാൻ അറിയാതെ ഇന്ന് എന്റെ ഭാഗത്തു നിന്നുണ്ടായി. കമ്പനിയുടെ CMD എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാ ഉണ്ടായത്. എന്റെ വാക്കുകൾ വേദനിപ്പിച്ച ആളെ വിളിച്ചു വരുത്തി പേഴ്സണലായിട്ട് എനിക്ക് വേണമെങ്കിൽ സോറി പറയാം. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ നിങ്ങൾ എല്ലാവരും വേണമെന്ന് എനിക്ക് തോന്നി. തികച്ചും പേഴ്സണലായ എന്റെ ടെൻഷൻ കാരണം ഞാൻ കാവ്യയെ ആവശ്യമില്ലാതെ വഴക്കു പറഞ്ഞു. പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ ഇവിടെ വെച്ച് ഗെറ്റ് ഔട്ട് പറയേണ്ടിയും വന്നു. പിന്നീട് അതോർത്ത് എനിക്ക് കുറ്റബോധമായി. അങ്ങനെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. അത് തീരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്റെ പ്രതികരണത്തിൽ മനസ്സ് വേദനിച്ച കാവ്യ ആദർശിനോട് ഞാൻ പരസ്യമായി മാപ്പ് പറയുകയാണ്. സോറി മോളെ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നാളെ നിങ്ങൾക്കാർക്കും ഇങ്ങനെയൊരു സോറി പറയേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാനാ. ആന്റിക്ക് എന്നെ ശാസിക്കാനും അനുസരിപ്പിക്കാനും അധികാരമുണ്ട്. അതിന്റെ പേരില് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനൊരു സീൻ വേണ്ടായിരുന്നു. ആന്റി ആരുടെയും മുന്നിൽ ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറയണം. അപ്പൊ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ വലുതാവുകയേ ഉള്ളൂ. അല്ലേ ഷംന? തീർച്ചയായും മാഡം. മാഡം ഇപ്പോ കാണിച്ചത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. മാഡം ഇപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡലാ. താങ്ക് യു. ഇതെന്റെ വെറും കുറ്റസമ്മതമായി ആരും കാണണ്ട. നാളെ ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട എന്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന കാവ്യക്കുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാ. ആന്റി ഹൃദയപൂർവ്വം തരുന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ അഡ്വൈസ് ഗിഫ്റ്റ്. എങ്കിൽ ശരി. ഭാര്യയുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ നീ കാണിച്ച തന്റെ ഇടം എനിക്കിഷ്ടമായി. കാവ്യയുടെ മനസ്സ് വേദനിച്ചപ്പോ അത് നിന്റെ കൂടെ വേദനയായി നീ കണ്ടല്ലോ. അങ്ങനെയായിരിക്കണം ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവ്. അതുകൂടി കണ്ട ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. രണ്ടാളും എന്നും എല്ലാവർക്കും റോൾ മോഡലായ കപ്പിളായിരിക്കണം. ആദ്യേട്ടാ ഒന്ന് നിന്നേ. ഒരു കാര്യം തരാൻ മറന്നുപോയി. എന്ത്? എന്തായിരിക്കും പറ. എന്തായിരിക്കും? പറ. കാവ്യ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ കോമൺ ആയിട്ട് ചിന്തിച്ച എന്നെ പോലൊരു ചെറുപ്പക്കാരനോട് കാവ്യ പോലെ സുന്ദരിയായ ഒരു കുട്ടി ഏട്ടാ ഒരു കാര്യം തരാൻ ഞാൻ മറന്നു എന്ന് പറഞ്ഞ ഏതൊരാളും ഉമ്മ തരാൻ മറന്നുപോയെന്നേ വിചാരിക്കും. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. അതെ, ഞാനൊരു താങ്ക്സ് പറയാൻ മറന്നു എന്ന് പറയാൻ വന്നതാ. ആന്റിയുടെ തെറ്റ് ബോധ്യപ്പെടുത്തിയതിന് അല്ലേ? അവസാനം ആന്റിയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ശരിക്കും സങ്കടായി. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അമ്മയെ പറ്റി?
എല്ലാരും പറയുന്നത് പോലെ ഉരുക്ക് വനിതയൊക്കെ ആണെങ്കിലും മനസ്സ് വളരെ സോഫ്റ്റ് ആണെന്ന്. അതെനിക്ക് മനസ്സിലായി. പിന്നെ അമ്മ എന്ത് പറഞ്ഞപ്പോഴാ അമ്മയുടെ കണ്ണ് നിറഞ്ഞെന്ന് കാവ്യ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു. ആദ്യേട്ടൻ വൈഫിനെ റെസ്പെക്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞപ്പോ. ഹസ്ബൻഡ് എന്നുള്ളത് നീ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തിരുത്തിയാ മതി. അത് ഞാൻ അപ്പോഴേ തിരുത്തി. ആദ്യേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചു അല്ലേ? അത് പിന്നെ ഒരു ഹസ്ബൻഡിന്റെ കടമയല്ലേ? സോറി, ഫ്രണ്ടിന്റെ. ഓക്കെ. ഫ്രണ്ടിൽ നിന്ന് ഹസ്ബൻഡിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ടോ? എന്റെ കൃഷ്ണ, ഞങ്ങളുടെ കരാറ് തെറ്റിക്കല്ലേ. ആദ്യേട്ടൻ എന്റെ ആരാ? ഫ്രണ്ട്, 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 ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്. അഞ്ജലിയുടെ വീടിന്റെ ജപ്തിയെല്ലാം ഒഴിവാക്കിയതല്ലേ? അപ്പോ വീട് സ്വന്തമായല്ലോ. അതെ. ഇനി അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് നീയും അബിയും കുറച്ചു ദിവസം അവിടെ അമ്മയോടൊപ്പം താമസിക്കണം. അഭിമുടക്കി 50 ലക്ഷം വീട്ടാതെ ഞാൻ എന്റെ അമ്മയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. എന്തിനാ അങ്ങനെ ഒരു ഈഗോ കാണിക്കുന്നത്? അബിയുടെ കാശ് അഞ്ജലിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അതൊക്കെ പണ്ട് ആന്റി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും പണമിടപാടുകൾക്ക് ഓഡിറ്റിംഗ് നടക്കുന്ന കാല. കാശുകൊണ്ട് ഒരാൾ മറ്റൊരാളെ ഭരിക്കാൻ പാടില്ല. അതാ ഇപ്പോഴത്തെ കപ്പിൾസിന്റെ ഒരു പോളിസി. അങ്ങനെയാവുമ്പോ പിരിയണം തോന്നുമ്പോ യാതൊരു കണക്കും നോക്കാതെ പിരിയാം. കാശ് അഭി കൊടുത്തതാണെങ്കിലും അത് എനിക്കൊരു കടം തന്നെയാ. അത് കൊടുത്തു തീർക്കണം. എന്നിട്ടേ അമ്മയും കൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ എനിക്ക് പണത്തിന് പകരം സ്നേഹം തന്നാലും മതി. ഓ, എല്ലാം കേട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ സംസാരിച്ചോണ്ടിരുന്നെന്ന് ഒളിഞ്ഞെന്ന് കേക്കുന്നതാ. കയ്യില് മുഴുവൻ കള്ളത്തരം വന്നേ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ആത്മാർത്ഥത അതെന്താ നിനക്കറിയോ? മതി മതി, ഇപ്പൊ നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. ആന്റി, ഇത് ഞങ്ങൾ വെറുതെ തർക്കിക്കുന്നതാ. ഈ സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിലേ ഉള്ളൂ. ഞങ്ങൾ തനിച്ചാണെങ്കി ഷോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടുപ്പോ. അബി, നിർത്തിക്കോ. അവൻ പറയട്ടെ. നിങ്ങൾ തമ്മിലുള്ള ശത്രുത ബെഡ്റൂമിന് പുറത്തേ ഉള്ളൂന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? എന്ത് തെളിവ്? നീ അമ്മയാൻ പോകുന്നത് തന്നെ തെളിവല്ലേ? അതെ, അഞ്ജലിയുടെ വയറ്റിലെ ജീവന്റെ തുടിപ്പ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവല്ലേ? ഇവളെ എണ്ണത്തോണിയിൽ കിടത്തിയിരിക്ക. ഇവളെ ഇങ്ങനെ തലോടി കൊടുത്താലേ സുഹാസിനി വരുമ്പോഴേക്കും ഭക്ഷണം ആരുണ്ടാക്കും? അടുക്കളക്കാരി ആവേണ്ടവളെ അരിയിട്ട് വാഴ്ത്താനൊന്നും ആരും ശ്രമിക്കണ്ട. പോയി ഭക്ഷണം ഉണ്ടാക്കണി. ഭക്ഷണം പാകം ചെയ്യാനേ ഇവിടെ ശമ്പളം കൊടുത്ത് സെർവന്റിനെ വെച്ചിട്ടുണ്ട്. അവൾ ഇന്നും നാളെ ലീവാ. ലീവ് ആണെങ്കിലേ ഒരു പണിയില്ലാത്ത മുത്തശ്ശിക്ക് അടുക്കള കയറിക്കൂടെ? ഞാനിവിടെ അടുക്കളപ്പണി ചെയ്യാൻ വന്ന ഒന്നുമല്ല. എന്തിനാ വന്നേ പറ. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ആമാശയത്തിലേക്ക് ഇട്ട് സംസ്കരിച്ച് പുറന്തള്ളാനോ? അബി, പിന്നെ ചോദിക്കണ്ട ആന്റി. റുക്കുമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മുത്തശ്ശിയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. മുത്തശ്ശിയത് എനിക്കും തിരിച്ചു തരണ്ടേ? ഞാൻ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? അഞ്ജലി എന്റെ ഭാര്യയാണ്. അവളോട് എന്റെ മുന്നിലിട്ട് എടി വാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് സഹിക്കൂ? ഞാൻ സ്നേഹിച്ച് വിവാഹം ചെയ്തതല്ലേ ഇവളെ. ഇവളെ ആക്ഷേപിക്കുന്നത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ഞങ്ങൾ രണ്ട് ശരീരമാണെങ്കിലും മനസ്സൊന്നാ. അത് മുത്തശ്ശി മനസ്സിലാക്കണം. മാത്രമല്ല, ഇപ്പൊ ഇവളെ വഴക്ക് പറയുമ്പോ എനിക്ക് മാത്രമല്ല, ഇവളുടെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ കൂടി അത് ബാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാ ഇത്രയും അറിവും അനുഭവമുള്ള മുത്തശ്ശിക്ക് മനസ്സിലാവാത്തെ? അത് മാത്രമാണോ അഞ്ജലി UK-യിലൊക്കെ പോയി പഠിച്ചു വന്നത് ഇവിടുത്തെ അടുക്കളപ്പണി എടുക്കാനാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. നീ സംസാരിക്കാൻ പഠിച്ചു വരുന്നുണ്ട്. നിന്റെ ട്യൂഷൻ ടീച്ചറേ ഇവളായിരിക്കും.
ഒരു കാര്യം ഞാൻ പറയാം, ഇവളേത് കൊമ്പത്തെ പഠിപ്പിസ്റ്റാണെങ്കിലും ഇവൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനേ അടുക്കളയാ. അതിനിവളെ കിട്ടില്ല. അബി നിർത്ത്, ഇനി തർക്കിക്കണ്ട. ഭക്ഷണം ഞാൻ പാചകം ചെയ്താ പോരെ, പ്രശ്നം തീർന്നല്ലോ. ആന്റി വേണ്ട, ഞാൻ കുളിച്ചു വന്നിട്ട് പാചകം ചെയ്തോളാം. പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് വരാം. ഓ, ഈ ചെറുക്കനൊരു പെങ്കൊന്തനായി പോയല്ലോ എന്റെ ദൈവേ. ഛേ. കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം. നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? നീ കുളിക്കാൻ പോവല്ലേ? അതിന് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? അയ്യേ, പോടാ വൃത്തിയിട്ടോനെ. നീ ഇപ്പൊ കുളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട. ഇല്ലെങ്കി റുക്കു അമ്മ എന്ത് ചെയ്യുന്നു കാണണല്ലോ. നിന്റെ കുളി ഇന്ന് ഞാൻ മുടക്കും. ഏയ് നിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കുളിക്കണം. അബി, നീ എന്ത് തോന്നിയാസായി കാണിക്കുന്നേ? ഞാൻ കുളിക്കാൻ കേറുക, നീ വേറെ എവിടെയെങ്കിലും പോയി കുളിക്ക. മറ്റു ബാത്റൂമുകളിലൊന്നും ഷവർ വർക്ക് ചെയ്യുന്നില്ല. പാട്ട് പാടി കുളിക്കണമെങ്കിലേ ഷവർ വർക്ക് ചെയ്യണം. അബി, നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞേ. സോറി, കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കാനല്ലേ. നീ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഞാനേ നീരാട്ട് തുടങ്ങട്ടെ. വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ നീ ചവിട്ടി പൊളിക്ക്. അബി, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വാതിൽ തുറക്കടാ. ചവിട്ടി തുറക്കാനാണ് ഭാവമെങ്കിലേ നിനക്ക് പലതും കാണേണ്ടി വരും. വാതിൽ തുറക്കാൻ. എനിക്ക് കുളിക്കണം. എനിക്കും കുളിക്കണം. നീ പുറത്തേക്ക് വരുമല്ലോ, അപ്പൊ കാണാം. അയ്യേ, അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നാണാവുന്നു. പട്ടി. താങ്ക് യു. നിന്നെ കൊണ്ട് ഞാനൊന്ന് കുളിപ്പിച്ചു തരാം, മരങ്ങോടൻ. ഇപ്പൊ ശരിക്കും തരാം. പോയോ? ഇനി എന്തായാലും വിസ്തരിച്ചൊന്ന് കുളിക്കാം. ഇവിടെ ഇരിക്കായിരുന്നല്ലേ. അവിടെ ഉണ്ടോ? കഴിഞ്ഞില്ലേ? കുറെ എണ്ണം ഉണ്ടല്ലോ. അയ്യോ, വെള്ളമില്ലല്ലോ. ഇന്നീ കുളിക്കുന്ന കാണണോടാ പട്ടി. ഏയ്, ആരെങ്കിലും മോട്ടർ അടിക്കേ. കണ്ണു നീർന്നു. അയ്യോ അയ്യോ, കണ്ണു നീർന്നേ. അയ്യോ, മോട്ടർ അടിക്കേ. ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കണ്ണെരിയുന്നല്ലോ. എടി വഞ്ചകി, നീ ചെയ്ത പണിയാണല്ലേ. അതെ മോനെ, നീ വിശദമായിട്ട് കുളിക്കും. അഞ്ജലി പ്ലീസ്, കുറച്ച് വെള്ളം എടുത്താ. നിനക്കോ? നീ അനുഭവിക്കട കുട്ടാ. ഞാനേ പുറത്തെ ബാത്റൂമിൽ പോയി കുളിച്ചോളാം.
അതിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മോൻ ഇവിടെ നിന്ന് വിശദമായി കുളിച്ചോ ട്ടോ. അഞ്ജലി. ടാറ്റാ. അഞ്ജലി ശ്ശേ. ആ, അഞ്ജലി അഞ്ജലി അവനങ്ങനെ തന്നെ വേണം. ഓ, കണ്ണ് തീർന്നല്ലോ. ആ ടാപ്പ് ആരെങ്കിലും തുറക്ക്. ഊഫ്, ഇവിടെ ആരും ഇല്ലേ? ആരെങ്കിലും ഒന്ന് തുറന്നേ. ഇവിടെ ആരും ഇല്ലേ? ആ! ആ! അയ്യോ എന്റെ തല. ശേഖർ, നിങ്ങൾക്ക് പറയാൻ അങ്ങനെ പല എക്സ്ക്യൂസ് ഉണ്ടാവും. അത് കേട്ട് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ശേഖർ, ഫോൺ വയ്ക്കും. ആരാടാ നീ? ഞാനാമേ അബി. എന്ത് കോപ്രായോടാ നീ കാണിക്കുന്നത്? അമ്മേ, വതച്ചോണ്ട് നിന്നപ്പോ കുളി തീർന്നു പോയി. അല്ല, ഈ കുളിച്ചോണ്ട് നിന്നപ്പോ വെള്ളം തീർന്നു പോയി. അവളെവിടെ? നിന്റെ ഭാര്യ അഞ്ജലി. ഈ വെള്ളം എടുക്കാൻ വേണ്ടിട്ട്. നിനക്ക് എത്ര വയസ്സാ അഭിപ്രായം? ഇപ്പോഴും കുട്ടികളുമായി ഭാര്യയുടെ പിന്നാലെ ഓടാൻ നിനക്ക് നാണമില്ലേടാ? ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറാണ് നീ എന്ന ഓർമ്മ വേണം. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിന്നെ ഇങ്ങനെ ബഫൂണാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. അമ്മ പറയുന്നത് അഞ്ജലിയുടെ പേരല്ലേ? ഈ നിസ്സാര കാര്യത്തിന് അവളെ കുറ്റം പറയണോ? നിസ്സാര കാര്യമല്ല. അവൾ പല അടവുകളും പ്രയോഗിച്ച് 50 ലക്ഷം കൈക്കലാക്കി. ഇനി അവൾക്ക് നമ്മുടെ കമ്പനിയുടെ ഉയർന്ന സ്ഥാനത്തെത്തണം. അഞ്ജലിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. നീ അവളുടെ അടിമയായിട്ട് ജീവിക്കുന്നതുകൊണ്ടാ. ഒരു പെണ്ണ് എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചാൽ ഏത് വിധേനയും അത് സ്വന്തമാക്കിയിരിക്കും. അവൾക്കിപ്പോ നിന്നെ ആവശ്യമുണ്ട്. നീയാണെങ്കിലോ ഒരു കുട്ടിക്കുരങ്ങനെ പോലെ അഞ്ജലി പറയുന്നത് കേട്ട് തുള്ളുന്നു. മതി അവളെ സഹായിച്ചതും അവൾക്ക് വേണ്ടി വേഷം കെട്ടിയതും. നിന്നെ ഇതുപോലൊരു കോമാളിയായി കാണാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അഞ്ജലിയെ നാളെ തന്നെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. അമ്മേ, അഞ്ജലിയെ പറഞ്ഞു വിടാനോ? തൽക്കാലം അവൾ ഇവിടെ വേണ്ട. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. അഞ്ജു, അഞ്ജു, എന്താടി? ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസാ. നീ തന്നെയല്ലേ നേരത്തെ വിളിച്ച് എല്ലാം അവസാനിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ? കാവ്യയുടെ സ്വഭാവവും രീതികളും എപ്പോഴാ മാറുന്നതെന്ന് ഈശ്വരന് പോലും അറിയില്ല. എന്റെ സ്വഭാവവും ഓഫീസിലെ ഇന്നത്തെ സംഭവമായിട്ട് കണക്ട് ചെയ്യണ്ടേ? എന്റെ അഞ്ജു, ആ സമയത്ത് നീ അവിടെ ഉണ്ടാവണമായിരുന്നു. അന്തം വിട്ട് നിന്നേനെ. നീ കാര്യം പറയടി. എന്താ ആദ്യമായിട്ട് ഉണ്ടായത്? ആ എക്സ്പീരിയൻസ് കാവ്യ തന്നെ പറയട്ടെ. അഞ്ജു, സുഹാസിനി ആന്റി ഇന്ന് എന്നോട് സോറി പറഞ്ഞു. ഓ, ഇതായിരുന്നോ ഇത്ര വലിയ ആനക്കാര്യം? ആന്റി എത്രയോ തവണ നിന്നോട് സോറി പറഞ്ഞിട്ടുണ്ട്. എടി, അത് പേഴ്സണൽ ആയിട്ട്. ഇതങ്ങനെയല്ല. ആദ്യേട്ടനെയും ഓഫീസ് സ്റ്റാഫിനെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് എന്നോട് സോറി പറഞ്ഞ. എനിക്കതത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നീ അവിടെ കാണുമായിരുന്നു. നിനക്ക് വിശ്വാസമായില്ലെങ്കിലേ ആദ്യേട്ടനോട് ചോദിച്ചു നോക്ക്. ഇനി ആ സോറിയുടെ പിന്നില് ഞാനാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അതെനിക്കറിയാം. ആദ്യേട്ടൻ എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിച്ചതുകൊണ്ടാട്ടോ ആന്റിയുടെ മനസ്സ് മാറിയത്. അതുകൊണ്ട് ഇന്ന് എനിക്കുണ്ടായ ഈ സന്തോഷത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ആദ്യേട്ടന് തരുന്നു. അതെനിക്ക് നന്നായിട്ട് സൂചിച്ചു. ആ സന്തോഷം പോകുന്നതിന് മുമ്പ് വന്ന് എനിക്കൊരു നല്ല കോഫി തയ്യാറാക്കി.
എന്താ നിന്നോട് സോറി പറഞ്ഞപ്പോ ആന്റിയുടെ ഫീൽ എന്തായിരുന്നു? അയ്യടാ, അതൊക്കെ നീ പോയെ ഓഫീസ് സ്റ്റാഫിനോട് ചോദിക്കും. എടി, ഞാനിപ്പോ ഓഫീസിലൊരു സംഭവമാണ് മോളെ. ഞാൻ തന്നെ സുമ്മാവാ. ഓ എന്തുവാടി ഇത്? ഒന്ന് അടങ്ങി നിക്ക് പെണ്ണെ. എടി, എനിക്ക് കമ്പനി കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റും നിനക്കുള്ള സമ്മാന. ഇത് എനിക്ക് ആന്റി തന്ന സമ്മാനത്തിന്റെ ഷെയർ. നിന്റെ അടുത്തുനിന്ന് കിട്ടുന്നതെന്തും എനിക്ക് പ്രിയപ്പെട്ടതാ. അതൊക്കെ പോട്ടെ, ഞങ്ങള് പോയി കഴിഞ്ഞ് നിന്റെ പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും സമ്മാനം തന്നോ? എടി, ഞാൻ അബിയുടെ കാര്യ ചോദിച്ചേ. ആ കൊരങ്ങനെ ഞാൻ ഇന്ന് കൊന്നേനെ. എടി, നീ ഗർഭിണിയാണെന്നും പറഞ്ഞ് അവനെ ഇളക്കി വിട്ടിട്ടാ ഞങ്ങള് പോയെ. ആ ഇളക്കത്തിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടി, നിന്റെ ഹസ്ബൻഡ് അല്ലേടി അവൻ, കുറച്ച് റെസ്പെക്ട് ചെയ്തൂടെ? എടി, ഒരു നല്ല ഭർത്താവിനുള്ള എന്ത് ക്വാളിറ്റി അവനുള്ളത്? കൊള്ളൻ. എടി, ഒരു നല്ല ഭർത്താവാകാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നീ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, സത്യസന്ധനായിരിക്കണം. വാക്കിലും പ്രവൃത്തിയിലും കള്ളത്തരം ഉണ്ടാവാൻ പാടില്ല. തെറ്റ് കാണിച്ചാ തിരുത്തണം, നല്ലത് ചെയ്താ പ്രശംസിക്കണം. നമ്മൾ രണ്ടുപേരുടെയും തീരുമാനത്തിലല്ല നമ്മുടെ വിവാഹം നടന്നത്. എന്നിട്ടും നമ്മൾ അതിന് വഴങ്ങിക്കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായി. ജീവിതത്തിൽ ഇതിലും വലിയൊരു കോംപ്രമൈസ് ചെയ്യാനില്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അത് നീയും ഞാനും പരസ്പരം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അക്കാര്യത്തിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നിന്നോട് എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ട്. എന്റെ ഭാര്യയെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞ ഞാൻ ചോദിക്കുമെന്ന് പറയും. ഭാര്യയോ? നീ എന്റെ ഭാര്യയല്ലേ? എന്റെ അമ്മ എനിക്ക് കല്യാണം കഴിച്ചതെന്ന എന്റെ ഭാര്യയല്ലേ നീ? എപ്പോഴും ഭാര്യയുടെ ഒരു കരുതൽ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തമാശയ്ക്ക് പോലും ഭാര്യ പരിഹസിക്കരുത്. എവിടെയും അവൾക്കൊപ്പം കരുത്തായി ഒപ്പം ഉണ്ടെന്നൊരു തോന്നൽ വേണം.